സുഹൃത്തുക്കളെ, നൗഫലാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. നൗഫലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഞാനിന്നിപ്പോൾ വന്നത് ഇന്ന് നമ്മളൊരു കണ്ടന്റ് മീൻസ് ഇന്ന് ഫാമിലി വ്ളോഗിനെ പറ്റിയുള്ള കണ്ടന്റാണ്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതിന് നിങ്ങൾ എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്വീകരിക്കാതിരിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പം ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ലജ്ജിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ലജ്ജിക്കാതെയാണ് സ്വയം വീഡിയോയിൽ ഈ ഫാമിലി വ്ളോഗിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ എനിക്ക് തീരെ യോജിപ്പില്ല. സോ ഫാമിലി വ്ളോഗ് ഈസ് നല്ല അടിപൊളി വ്ളോഗ് ചെയ്യുന്ന ആളുകളുണ്ട്, അതൊക്കെ ഞാൻ എന്താ പറയുക ഓക്കെയാണ്. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മളെന്ന് വെച്ചിട്ടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഫാമിലി വ്ളോഗിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം ഈ വ്ളോഗ് ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ ഇത്രയും മോശപ്പെട്ട രീതിയിൽ നമ്മളുമ്മ പെങ്ങന്മാരെ അത്രയും മോശം രീതിയിലാക്കിയിട്ട് നിങ്ങൾ എന്ത് നേടുന്നു, കുറേ കാശ് ഉണ്ടാക്കുന്നു, ഒരുപാട് ആളുകളുണ്ടാക്കി യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് ക്യാഷും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാൻ യൂട്യൂബറാണ്, എനിക്ക് മനസ്സിലാവും എത്രമാത്രം കാശ് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഈ ചെറിയ ക്യാഷിന് വേണ്ടിയിട്ട് സ്വന്തം ഉമ്മനെയും പെങ്ങന്മാരെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു തരംതാത്തുന്ന രീതിയിലുള്ള എന്താ പറയുക ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കൊരു തീരെ ഒട്ടും താല്പര്യമില്ലാത്ത കേസാട്ടോ. സോ ഇത് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ പറയുക, നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും അത് ചെയ്യരുതെന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചു കൊടുക്കുക. സോ നമ്മൾ ബോയ്സ് ആണെങ്കിൽ ഫാമിലി കുഴപ്പമൊന്നും ഞാൻ പറയാം, നല്ല രീതിയിലുള്ള വ്ളോഗ് ആണെങ്കിൽ ഓക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്ന ഈ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള ഒരു കമൻറ്റ് ബോക്സ് അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം നിങ്ങളെ ഫാമിലി ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ വീഡിയോസ് നിങ്ങൾ ചെയ്ത് ഈ ഇന്നത്തെ കണ്ടന്റ് ഞങ്ങൾക്ക് തീരെ ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള ഒരു ഇത് കാണും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഒരു അഭിപ്രായം അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ് വരുന്നത്. അപ്പോൾ ഫാമിലി ഒരുപാട് ആളുകൾ മോശപ്പെട്ടു. മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യം പ്രഗ്നൻസിൻ്റെ ഒരു ഇഷ്യൂസ് മാത്രമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ട് ഇപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയി, ഇപ്പോൾ അതുപോലെ തന്നെ ഡിവേഴ്സും അപ്പോൾ പ്രഗ്നൻ്റ് ആയി. അപ്പം ഇന്ന് നമുക്ക് ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുക, അതുപോലെ തന്നെ പെങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഇതിങ്ങനെ പറയാം. അപ്പോൾ എന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, ഉമ്മ എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത്? ഈ പ്രഗ്നൻസി ടെസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ഇപ്പം ഒരു വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വരാൻ പോകണമെങ്കിൽ ഉമ്മാക്ക് എന്താ പറയാനുള്ള വെച്ചിട്ടാണെങ്കിൽ ആ ഉമ്മൻ്റെ ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ കണ്ട കാര്യങ്ങളാണ്. ആ ഉമ്മ ശരിക്കും എന്താ പറയുക നാണം കൊണ്ട് തല താത്തിയിട്ട് എന്തോ പറയണേ. ആ ഒരു വ്ളോഗിൽ മോൻ ചോദിക്കുകയാണ്. അപ്പം ആ ഒരു ചോദിക്കുന്ന സമയത്ത് ഞാൻ ആരെ പേരും എടുത്ത് പറയുന്നില്ല, ഞാൻ കണ്ട കാര്യം പറയാണ്. അത് നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുത്താൽ തന്നെ ശരിക്കും മനസ്സിലാവും. എടുത്ത് എന്താ പറയുക ആ ഒരു എന്താ പറയുക ആ ഒരു കുറച്ച് ഭാഗങ്ങളിൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. ശരിക്കും എൻ്റെ ഒരു ഫാമിലി എന്നാണ് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇമ്മാനോട് ചോദിക്കാതെ എന്താ പറയുക നമുക്കൊരു ലജ്ജുള്ള ആളുകളാണ് ഒരിക്കലും അതിന് എന്താ പറയുക നമ്മൾ അങ്ങനെ ചോദിക്കൂല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടാൽ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ അതൊന്ന് എന്താ പറയുക ബാക്കിയുള്ളവരുടെ അടുത്ത് എത്തിക്കുക. ഇത് അവർ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ട് അതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ ഫാമിലി വ്ളോഗ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള രീതിയാണ് എൻ്റെത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മെയിനായിട്ട് കണ്ടത്. അപ്പോൾ അങ്ങനത്തെ വ്ളോഗിനൊന്നും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ആ ഒരു വ്ളോഗിനെ അങ്ങനെ വ്ളോഗ് ചെയ്യുന്ന നമുക്ക് ആ വ്ളോഗർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വ്ളോഗർ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് ഈ ഒരു അഭിപ്രായങ്ങൾ അടിവര ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ പ്രേക്ഷകരായി കാണുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കുക. എന്നാൽ മാത്രമേ ഇമ്മാതിലുള്ള എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ വരാതെ. ഞാൻ ആദ്യം പറയുന്ന കാര്യമുണ്ട്, ഒറ്റ കാര്യം എനിക്ക് പറയാം. ഫാമിലി വ്ളോഗ് ഞാൻ എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ എന്താ പറയുക ചില കണ്ടന്റുകൾ ഫാമിലി വ്ളോഗിലെ എല്ലാ കണ്ടന്റും ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി കാരണം ഉണ്ടായത്. അപ്പോൾ സോ നമ്മളെ ഫാമിലി മീൻസ് അതായത് ഇപ്പോൾ ഒരു വ്ളോഗറെ സംബന്ധിച്ച് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ അവർ ഫാമിലി അംഗത്തെ പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടെ ആ ഫാമിലി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫാമിലി അംഗമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരം ആ ഫാമിലിയുള്ള ആളുകൾക്കുണ്ട്. തീർച്ചയായിട്ടും ഉപദേശിച്ചു കൊടുക്കാം.
അപ്പം ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം.